നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കൊപ്പ ഡെൽറയിൽ ഇന്നലെ റയൽ മാഡ്രിഡ് ഡിപ്പോർട്ടീവോ മിനേറയ്ക്കെതിരെ 5-0 തകർപ്പൻ വിജയം സ്വന്തമാക്കിയ മത്സരത്തിൽ എൻട്രിക്ക് റയൽ മാഡ്രിഡിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു അവരുടെ സ്ട്രൈക്കറായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ഗോളൊന്നും അടിക്കാൻ കഴിഞ്ഞില്ല. റയൽ മാഡ്രിഡ് 5 ഗോൾ അടിച്ച കളിയാണ്. അതിലും പക്ഷേ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതുകൊണ്ട് വിലയിരുത്തേണ്ടതല്ല അവൻ്റെ പ്രകടനം. അത് വളരെ കൃത്യമായിട്ട് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പറയുകയുണ്ടായി. എൻട്രിക്ക് പ്ലേഡ് വെൽ. മനോഹരമായിട്ടാണ് എൻട്രിക്ക് കളിച്ചത്. ഗോളുകൾ വരും. ഇപ്പം ഗോളുകൾ ഭാവിയിൽ സ്കോർ ചെയ്യും. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഈ ഒരു കളിയിൽ ഗോളില്ല എന്നതുകൊണ്ട് നിങ്ങൾ വിലയിരുത്തേണ്ട അവനെ എന്ന് തന്നെ കൃത്യമായിട്ട് ആഞ്ചലോട്ടി പറയുന്നു. ഇന്നലത്തെ അവൻ്റെ പ്രകടനം ഒന്ന് എടുത്തു നോക്കുക. 5 ഷോട്ടുകൾ അവൻ തീർത്തു, 5 എണ്ണവും ഓൺ ടാർഗറ്റിലേക്ക്. അത് ആ മത്സരത്തിൽ ഫസ്റ്റാണ്. ഏറ്റവും അധികം ഷോട്ടുകൾ തീർത്ത താരം അവനാണ്. 4 ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു. ആ കളിയിൽ ഏറ്റവും അധികം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതും അവനാണ്. 4 കീ പാസുകൾ അവൻ കൊടുത്തു. ആ കളിയിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്തതിൽ രണ്ടാമൻ അവനാണ്. 5 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ അവൻ നടത്തി. ആ ഗെയിമിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബിളിംഗ് നടത്തിയത് അവനാണ്. 15 ഡ്യുവൽസിൽ 9 അവൻ വിജയിച്ചു. 2 തവണ അവന് ഫൗൾ ചെയ്യപ്പെട്ടു വീഴുകയും ചെയ്തു. സോ മികച്ച പ്രകടനം തന്നെ എൻട്രിക്ക് നടത്തുന്നു. അപ്പോൾ ഇനിയുള്ള ചോദ്യം, എൻട്രിക്കിൻ്റെ റയലിലേക്കുള്ള പോക്ക് അബദ്ധമായോ? ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് പലരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അവന് വേണ്ടത്ര പ്ലേയിങ് ടൈം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എത്ര കാലം അവൻ ബെഞ്ചിലിരിക്കുന്നു, എന്നിട്ടും അവൻ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിൽ, എല്ലാ ആഴ്ചകളിലും 90 മിനിറ്റ് അവൻ കളിക്കളത്തിലുണ്ടെങ്കിൽ അവൻ്റെ വളർച്ച ഏത് രൂപത്തിലാകുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. റയലിൽ നിന്ന് അവൻ ലോണിൽ പോകുന്നതല്ലേ ശരിയായിട്ടുള്ള കാര്യം? അതല്ലേ അവൻ്റെ വളർച്ചയെ സഹായിക്കുക എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.